മൗലിദിന് ഒരുമിച്ച് കൂടിയിട്ട് മൗലിദ് ഓതി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരു സന്തോഷത്തിനൊരു മധുരം അവിടെ വിതരണം ചെയ്യുന്നു. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയിട്ട് നിരാശപ്പെട്ട് പോയിക്കൂടാ. നോക്കൂ നിങ്ങള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് എപ്പോഴും ജീവിതം നയിക്കുന്ന ആളാണ് കഅബ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇങ്ങനെ പാടി ഒരുപാട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി. അങ്ങനെ സന്തോഷത്തോടെയുള്ള സദസ്സില് അല്ലാഹുവിന്റെ റസൂല് പ്രശംസിച്ചത് ചരിത്രത്തിലുണ്ട്. എന്താ റസൂലുള്ളാഹി പാരിതോഷികം കൊടുത്തത്? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മേനി പുതച്ചിട്ടുള്ള പുതപ്പ്. ആ ഒരു പുതപ്പുണ്ടല്ലോ, ആ പുതപ്പിങ്ങനെ അഴിച്ചിട്ട് കഅബ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ അങ്ങ് പുതപ്പിച്ചു കൊടുത്തു. ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഇങ്ങനെ പാടുമ്പോ സഹാബത്തിനോട് പറയും നബി തങ്ങള്, ശ്രദ്ധിച്ച് കേൾക്കൂ സഹാബ, ശ്രദ്ധയോടെ കേൾക്കൂ സഹാബ. ഓർക്കണേ മുഅ്മിനീങ്ങളെ, സ്വഹാബത്തെ കിറാവിന്റെ കേൾവി എങ്ങനെയാണെന്ന് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. ഒരു പക്ഷി ഇങ്ങനെ പറന്ന് വന്നിട്ട് അതേ സദസ്സിലിരിക്കുന്ന സ്വഹാബാക്കളുടെ തലയിൽ വന്നിരുന്ന് ആ പക്ഷി ഒരുപാട് നേരം ഇരുന്ന് പക്ഷി ഇങ്ങനെ പാറി അകന്നാലും ഈ പക്ഷി വന്ന് തലയിലിരുന്നത് അവര് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവർക്കത് ഓർമ്മ വന്നിട്ടേ ഇല്ല. എത്രയാണ് ശ്രദ്ധ! നിങ്ങൾ നോക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്ന വേദി, ആ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന വേദി എത്രമാത്രം ശ്രദ്ധയോടെ സ്വഹാബത്തെ കിറാമിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ പറയാ, ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ അതേ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കുമ്പോ അവിടെ ഇങ്ങനെ ശ്രദ്ധാപൂർവമിരിക്കുമ്പോ പക്ഷി വന്നിട്ട് അതേ തലയിൽ വന്നിരുന്ന് പാറിപ്പോയാലും ഈ സഹാബത്ത് പക്ഷി വന്നിരുന്നത് അറിഞ്ഞിട്ടില്ല. എത്രയാണ് അവരുടെ അദബ്! മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ, റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കുമ്പോ, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുമ്പോ, റസൂലുള്ളാഹിന്റെ മൗലിദ് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മർമ്മപ്രധാനമായി വേണ്ടത് അത് അദബാണ് കേട്ടോ. നല്ല അദബുണ്ടാവണം, ശ്രദ്ധയോടെ കേൾക്കണം. കാരണം പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയോ, കഅബ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ആ പുതപ്പങ്ങ് പുതപ്പിച്ചിട്ടോ മറ്റുള്ള സഹാബാക്കളെല്ലാം നോക്കുകയാണ്, സന്തോഷത്തോടെ നോക്കുകയാണ്. കൂട്ടത്തിൽ പലരും ചോദിച്ചു, സദസ്സ് പിരിഞ്ഞപ്പോ, കഅബേ, ആ പുതപ്പൊന്ന് എനിക്ക് തരാമോ? കഅബേ, ആ പുതപ്പൊന്ന് എനിക്ക് തരാമോ? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വന്ന് സ്വകാര്യമായി ചോദിക്കുന്നുണ്ട്, ലക്ഷങ്ങൾ തരാം, പാരിതോഷികം തരാം, അഷ്റഫുൽ ഖൽഖിന്റെ മേനി പുതച്ച ആ പുതപ്പ് സമ്മാനം കിട്ടിയ പുതപ്പില്ലേ, ആ
അതൊന്ന് എനിക്ക് തരാമോ കഅബേ? എന്റെ മരണം വരെ തരൂല മുആവിയ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം വരെ കഅബ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആ പുതപ്പ് കൈമാറിയില്ല. കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അതേ ആ പുതപ്പ് മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങി. ലക്ഷങ്ങൾ കൊടുത്തിട്ടാ വാങ്ങിയത്. പിന്നീട് ആ പുതപ്പ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവർ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മറ്റോ പ്രസംഗിക്കുമ്പോ ഖുതുബ നിർവഹിക്കുമ്പോ ഈ പുതപ്പിങ്ങനെ പുതച്ചിട്ടാണ് നിർവഹിക്കാറുള്ളത്. പിൽക്കാലത്ത് പിന്നീട് അത് ഏതോ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും വലിയ റോൾ മോഡലാ. സന്തോഷ കാര്യങ്ങൾ കാണുമ്പോ മോട്ടിവേഷൻ കൊടുക്കല് മുത്തുനബിയുടെ ചര്യയാ. കുട്ടികൾ ഗാനമാലപിക്കുമ്പോ, ആരെങ്കിലും മദ്ഹ് പറയുമ്പോ, മദ്ഹ് പാടുമ്പോ അവരെ സന്തോഷിപ്പിക്കല് വലിയ ഘടനയാ. അല്ലാഹു നമ്മുടെ സദസ്സൊന്ന് കബൂലാക്കട്ടെ. സ്വലാത്തുല്ലാ സലാമുല്ലാ